റെയിൽവേ എന്ന് പറയുന്ന ഒരു മോഡ് ഓഫ് ട്രാൻസ്പോർട്ടിന് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജസ് ഉള്ള രീതിയിൽ അത് ഓപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ഈ 6 കിലോമീറ്ററും 10 കിലോമീറ്ററിനും ഇടയ്ക്ക് ഇത് നിർത്തിക്കൊണ്ടിരുന്നാൽ ഇനി എത്ര മാക്സിമം സ്പീഡ് തന്നാലും അതിലിത് എത്തില്ല ഈ വണ്ടി. അതിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ അടുത്ത സിഗ്നലാവും, നിർത്താറാവും. ഒരു മിനിമം ഒരു 10-50 കിലോമീറ്റർ അല്ലെങ്കിൽ 10-80 കിലോമീറ്റർ ഒക്കെ ഒറ്റ സ്ട്രെച്ചിൽ ഓടുമ്പോഴാണ് ഈ സ്പീഡിൻ്റെ അഡ്വാൻറ്റേജ് അതിന് കംപ്ലീറ്റ് കിട്ടുന്നത്. പിന്നെ എക്സിസ്റ്റിംഗ് ട്രെയിൻസിൻ്റെ കാര്യമാണ്. ഇപ്പോൾ വന്ദേ ഭാരത് റേക്ക് പോലെ കുറച്ചും കൂടെ ഒരു മോഡേണൈസ്ഡ് റേക്ക് ആണെങ്കിൽ അതിന് കുറച്ചും കൂടെ പെട്ടെന്ന് സ്പീഡ് പിക്കപ്പ് ചെയ്യാൻ പറ്റും. അതുപോലെ മറ്റതിൻ്റെക്കാൾ വേഗത്തിൽ അതിൻ്റെ മാക്സിമം സ്പീഡിൽ എത്താൻ പറ്റും. അതുപോലെ തന്നെ അത് അതിൻ്റെ ഡീസിലറേഷനും കുറയ്ക്കാൻ പറ്റും. എന്താണെന്ന് വെച്ചാൽ അതിന് എൻജിൻ ഇതിൽ തന്നെ ഇൻബിൽറ്റ് ആണ്. അതിൻ്റെ ടോട്ടൽ റേക്കിൻ്റെ ഡിസൈൻ അങ്ങനെയാണ്. നമ്മൾ മോഡേണൈസ് ചെയ്തു, നല്ല ഒരു കാര്യം എന്നോ ചെയ്യേണ്ട കാര്യങ്ങളായി. അപ്പൊ ഇങ്ങനത്തെ ഒരുപാട് സ്ട്രഗിൾ ഉണ്ടാവും. ഈ രണ്ട് ട്രെയിനും തമ്മിൽ കമ്പയർ ചെയ്യാറില്ലേ? നമ്മുടെ ഉള്ളിൽ ഓടുന്ന വന്ദേ ഭാരതും ജനശതാബ്ദിയും അതിന് സ്റ്റോപ്പ് കൂടുതൽ ഉള്ളത് കൊണ്ടാണ് ജനശതാബ്ദി ഏതാണ്ട് സിമിലർ ടൈമാണല്ലോ. സ്റ്റോപ്പ് കുറച്ചാൽ കൃത്യം അതേ സെയിം ടൈം ആണല്ലോ വരുന്നത്. റേക്കിൽ വ്യത്യാസമുണ്ട്. ഞാൻ ഈ പറഞ്ഞ ആക്സിലറേഷൻ ഡീസിലറേഷൻ്റെ പ്രശ്നം വരും. ജനശതാബ്ദി വേറെ സെപ്പറേറ്റ് ഒരു എൻജിനൊക്കെ ആയിട്ട് തന്നെ ഓടുന്ന അതിൻ്റെ ഒരു രീതിയുണ്ട്. ഇത്രയും അഡ്വാൻസ് റേക്ക് അല്ലാതെ അതൊരു സ്റ്റോപ്പാണ് മെയിൻ കാരണം. ഈ സ്റ്റോപ്പ് കുറച്ചാൽ തന്നെ ഒരു പരിധി വരെ ഇതിൻ്റെ ഒപ്പം എത്താൻ പറ്റും. സ്റ്റോപ്പ് ഇപ്പം പറഞ്ഞില്ലേ, ഒരു സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു 7 മുതൽ 8 മിനിറ്റ് വരെ മിനിമം ലാഭിക്കാൻ പറ്റും. അപ്പം അങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇത് സ്പീഡിൽ ഓടുന്ന ട്രെയിനുകൾക്ക് വേറൊരു അന്ന് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കോറിഡോറും അല്ലാത്ത സാധാരണ അതിന് വേറെ തന്നെ ഒരു രീതിയും വന്നാൽ തന്നെ കേരളത്തിൽ ഇത് പരിഹരിക്കപ്പെടുള്ളൂ, അല്ലാതെ വേറെ മാർഗങ്ങളില്ല. അപ്പം അങ്ങനെ ഈ 2000, 2001, 2002 കാലത്ത് നടത്തിയ മാറ്റങ്ങൾ സ്പീഡപ്പ് ഇതിൻ്റെയൊക്കെ പേരിൽ 2003 എനിക്ക് നാഷണൽ അവാർഡ് തരുന്നത് ഈ വണ്ടികളുടെ വേഗത വർദ്ധിപ്പിച്ചതിനാണ്.